കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പഴയകാലത്ത് പറഞ്ഞിരുന്നത് ആ തലത്തിലേക്ക് നമ്മുടെ നാട് പോവുകയാണോ എന്ന് ആശങ്കപ്പെടുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ നിന്ന് ഈയിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും. നമ്മുടെ നാട്ടിലെ ജാതിയുടെ പേരിലുള്ള തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും പേരിലായിരുന്നു അങ്ങനെ ചിലവരെല്ലാം നമ്മുടെ നാടിനെക്കുറിച്ച് ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചതെങ്കിൽ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേരളത്തിൽ ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്ന് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു വിദ്യാർത്ഥി താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ പേരിൽ ആ ക്യാമ്പസിലെ പ്രധാനപ്പെട്ട ഒന്നിൽ കൂടുതൽ അധ്യാപകന്മാരെ പുറത്താക്കേണ്ടി വന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരധ്യാപകൻ, ആ അധ്യാപകനിലുണ്ടാവേണ്ട മതേതര ബോധവും സാമൂഹിക ബോധവും നിയമങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒന്നും പാലിക്കാതെ നിരന്തരം ഒരു വിദ്യാർത്ഥിയെ, പല വിദ്യാർത്ഥികളെയും മതത്തിൻ്റെ പേരിലും വേഷത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ നിരന്തരം മാനസിക പീഡനത്തിന് വിധേയനാക്കിയ അധ്യാപകൻ. അങ്ങനത്തെ അധ്യാപകരുള്ള നാടിനെക്കുറിച്ച് വീണ്ടും ഒരു ഭ്രാന്താലയമാണെന്ന് ആരെങ്കിലും വിശേഷിപ്പിച്ചാൽ അത് തെറ്റായിരിക്കില്ല. പക്ഷെ ഒരു കാര്യം കൂടെ നാം മനസ്സിലാക്കണം. ഈ ഒരു സംഭവം മാത്രമല്ല സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ മനുഷ്യർക്ക് അടങ്ങാത്ത കോപവും പകയും വലിയ വലിയ ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലെ പുതിയ തലമുറ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചാലും തീരാത്ത പക, കൊന്നാലും തീരാത്ത പക, ഇഴജന്തുവിനെ തച്ച് തച്ച് കൊന്നു തീർക്കുന്ന മേനിയോടുകൂടെ ജീവനുള്ള മനുഷ്യനെ, അല്ല സ്വന്തം സഹോദരിയെ, സ്വന്തം സുഹൃത്തിനെ, നമ്മുടെ നാട്ടിലെ മറ്റൊരു തന്നെപ്പോലെ ആത്മാവും ശരീരവും കുടുംബവുമുള്ള മനുഷ്യനെ അതിക്രൂരമായി തച്ചുകൊല്ലുന്ന, അതിക്രൂരമായി കൊന്നു തീർക്കുന്ന, ആ പക ഞാൻ മരിച്ചാലും വേണ്ടിയില്ല, തൻ്റെ പക തീരണമെന്ന മനസ്സോടുകൂടെ ജീവിക്കുന്ന എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസമാണല്ലോ കോഴിക്കോട് മൂഴിക്കലിലെ ഒരു സംഭവം നമ്മെ നെട്ടിച്ച് കളഞ്ഞത്. ഒരു കുടുംബത്തിലെ 2 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് മറ്റേതോ ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരല്ല ആ കൊലപാതകത്തിന് കാരണം. സഹോദരിക്ക് തുല്യമായി സ്വന്തം പെങ്ങളായി കാണേണ്ട മാതൃ സഹോദരിയുടെ മകളെ, 16-കാരിയായ മകളെ അതിക്രൂരമായി കഴുത്തിൽ മുണ്ടിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് തൻ്റെ കുടുംബത്തിലെ മറ്റൊരു ചെറുപ്പക്കാരൻ, മറ്റൊരു സഹോദരിയുടെ മകനായ ചെറുപ്പക്കാരൻ ആ വീട്ടിൽ വെച്ച് തന്നെ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത. ഇത് നാളെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ അയൽപ്പക്കത്ത് ഒന്നും സംഭവിക്കൂല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പുതിയ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ സമൂഹം ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ വികാരത്തിന് മാത്രം അടിമപ്പെട്ട് വിവേകത്തെ പണയപ്പെടുത്തിയിട്ട് തൻ്റെ മനുഷ്യ സഹജമായുണ്ടാകുന്ന കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ, കോപത്തിന് കാരണമാകുന്ന വ്യത്യസ്ത കാരണങ്ങളുണ്ടാവാം. ഈ സംഭവത്തിൻ്റെ വാർത്ത ചൂടാറും മുമ്പാണ് ഇന്നലെയായി സോഷ്യൽ മീഡിയകളിൽ, വാർത്താ മാധ്യമങ്ങളിലും മറ്റൊരു വാർത്ത. തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്ത് ബാറിന്റെ മുന്നിലെ കൊലപാതകമെന്ന് പറഞ്ഞ് തള്ളാൻ കഴിയില്ല. ഒരു പച്ച മനുഷ്യനായ ചെറുപ്പക്കാരനെ ഒരു ജ്യേഷ്ഠനും അനിയനും കൂട്ടുകാരും, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചവിട്ടി ചവിട്ടി ആക്രമിച്ച് കൊന്ന് തീർക്കുന്ന കാഴ്ച, ആ കാഴ്ച വീഡിയോയിൽ പകർത്തി 10ഓളം ആളുകൾ ദൃക്സാക്ഷികളാണ് ഈ സംഭവത്തിന്. അതിൽ നിന്ന് ആരും അതിനെ തടുക്കാൻ വന്നില്ല. തടുക്കാൻ വന്ന ഒരുത്തനെയാണ് 2 ആളുകൾ തമ്മിൽ, അച്ചുവും അതുപോലെ തന്നെ ഷാനും തമ്മിലുള്ള സംഘർഷത്തെ ലഘൂകരിക്കാൻ വന്ന മറ്റൊരാളെയാണ്, സുമൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് അവസാനം ഈ അച്ചു തൻ്റെ സഹോദരൻ അനിയനെ വിളിച്ചു വരുത്തുകയാണ് ഫോണിൽ. ആ സഹോദരനും കൂടെ വന്നപ്പോൾ ആ സഹോദരനുക്ക് ദേഷ്യം കൂടുകയാണ്, കോപം കൂടുകയാണ്. ജ്യേഷ്ഠൻ ഒരു പക്ഷേ മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. ആ മദ്യം ഉപയോഗിച്ച ജ്യേഷ്ഠന്റെ ചുണ്ടിൽ നിന്ന് രക്തമൊലിക്കുന്നുണ്ട്. കാരണം ആ ജ്യേഷ്ഠനും മറ്റൊരാളും സംഘർഷത്തിൽ ഏർപ്പെട്ടപ്പോൾ അവരെ പിടിച്ചു മാറ്റാൻ വന്ന സുമനെ വീണ്ടും ജ്യേഷ്ഠൻ ആക്രമിക്കുമ്പോഴുണ്ടായ പരിക്കാണത്.
ആ പരിക്ക് ചൂണ്ടിക്കാട്ടിയിട്ട് ആ അനുജൻ എൻ്റെ ബ്ലഡാണിവൻ, അവൻ്റെ ബ്ലഡാണ് പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞ് കൊല്ലടാ എന്ന് പറഞ്ഞ് ചവിട്ടി 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 കൊന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണ്? ഭാര്യയല്ലേ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി ബ്ലഡ് വാർന്നിരിക്കുന്നു ശരീരത്തിന്റെ ആന്തരിക ഭാഗങ്ങളിൽ. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാണിവിടെ വില്ലൻ? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലത്തെ എത്രയെത്ര സംഭവങ്ങളാണ്. ഒരു മാസത്തിന്റെ മുമ്പാണ് പച്ചാപകല് ഗുണ്ടാ നേതാവിനെയാണ് കൊല്ലുന്നത്. പക്ഷെ പകയാണ് പ്രശ്നം. പക, തീരാത്ത പകക്ക് കാരണമുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദര. മനുഷ്യ സഹജമാണ് ദേഷ്യം വരിക എന്ന് പറയുന്നത്. ദേഷ്യത്തിന് കാരണമാകുന്ന കാരണങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദേഷ്യം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, കോഴിക്കോട് മൂഴിക്കലിൽ ആ സംഭവത്തെ കേട്ടതനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഒരു വീട്ടിൽ താമസിച്ച ഒരു കുടുംബത്തിലെ 2 സഹോദരിമാരുടെ ആണും പെണ്ണുമായ മക്കൾ ആ ആണിൽ നിന്നുണ്ടായ ചില ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും ചൂണ്ടിക്കാണിക്കുകയോ തിരുത്തുകയോ അതിൻ്റെ ഭാഗമായ ആ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടി വരികയോ ചെയ്തതാണ്. അതിൻ്റെ ന്യായവും അന്യായവും അവിടെ സംഭവിച്ചത് എന്ത് എന്നതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ തന്നിൽ നിന്നുണ്ടായ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു തെറ്റായ കാര്യത്തിനെ തിരുത്താൻ ശ്രമിച്ചവരോട് ആ ചെറുപ്പക്കാരൻ വെച്ചുപുലർത്തിയ ശത്രുതയാണ്, കോപമാണ്, അല്ലെങ്കിൽ പകയാണ്. അവസാനം അർദ്ധരാത്രിക്ക് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചാവിയുമായി വന്ന് വീട് തുറന്ന് മുകളിൽ കയറി പെൺകുട്ടിയുടെ റൂമിൽ കയറി ആ പെൺകുട്ടിയുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറക്കി ശ്വാസം മുട്ടിച്ചു കൊന്ന് വേവലാതിയോടെ നിൽക്കുന്നവനെ കണ്ട് വലിയുമ്മ വന്നപ്പോഴാണ് ആ വലിയുമ്മ അവൻ ആ റൂമിൽ തന്നെ അടച്ചിട്ട് വാതിൽ ലോക്ക് ചെയ്തപ്പോഴാണ് ആത്മഹത്യ നടക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ വിവരം. ഞാൻ പറയുന്നത് ഇവിടെ പ്രശ്നം എന്താണ്? പകയാണ്. പക്ഷെ ആ പകയുടെ അനന്തരഫലം എന്താണ്? ഒരു കുടുംബത്തിലെ 2 ആൾ കൊല്ലപ്പെട്ടു. അതേസമയത്ത് ആ പക വെച്ചു പുലർത്തിയവൻ എന്ത് നേടിയെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നോക്കൂ നിങ്ങൾ, ഈ ബാറിന്റെ മുന്നിൽ ഒരു യുവാവിനെ അതിക്രൂരമായി കൊന്ന ജ്യേഷ്ഠൻ ആക്രമിച്ച് കൊല്ലുമ്പോൾ അനിയനെ സഹായത്തിന് വിളിക്കുമ്പോൾ ആ അനിയനക്കെങ്കിലും ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇതിന്റെ ഫലം അനന്തര ദുരന്തം വലുതാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം അവനും കൂടെ കോപിയാവുക, ദേഷ്യം വർദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെയാണ് ഇത് കേവലം ഈ സംഭവത്തിൽ മാത്രമല്ല, ഏത് സംഭവത്തിലും നമുക്ക് കാണാൻ കഴിയും. ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെയാണ്. കോപത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും പറയുന്നുണ്ട്. നോക്കൂ, ഒരു അനിയനും ജ്യേഷ്ഠനും ഇന്ന് ജയിലിലാണ്. ജയിലിൽ വെച്ചവർ കരയുന്നുണ്ട്. കാരണം ജീവിതം കഴിഞ്ഞു, ജീവിതം അവസാനിച്ചു. മറ്റൊരുത്തൻ കൊല്ലപ്പെട്ട അവൻ അവസാനിച്ചപ്പോഴും സത്യത്തിൽ അതിൽ പ്രതികളായവരുടെ ജീവിതവും ഭാവിയും ഇനി ഇരുളടഞ്ഞതാവുകയാണ്. എന്തിന്റെ കാരണം കൊണ്ടാണത്? കോപത്തെ നിയന്ത്രിക്കാത്തതിന്റെ പ്രശ്നമാണ്. ക്യാമ്പസുകളിൽ, ഹോസ്റ്റലുകളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്, അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. എന്താ കാരണം? വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന കോപം നിയന്ത്രിക്കപ്പെടണം. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ എത്രയിടങ്ങളിലാണ് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. മുഅ്മിനിന്റെ വിശേഷണം എന്താണ്? വഇദാ മാ ഗളിബൂഹും യഗ്ഫിറൂൻ. കോപം വരുമ്പോൾ അവർ പൊറുക്കും, അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. മറ്റൊരു ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിശേഷണം വിശദീകരിക്കുന്നു. സന്തോഷഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും ചെലവഴിക്കുന്നവനാണ് മുഅ്മിൻ. വൽകാളിമീനൽ ഗൈള. ഗൈൾ എന്ന് പറഞ്ഞാൽ കേവലം കോപമല്ല, അങ്ങേയറ്റത്തെ ശക്തമായ കോപം വരുമ്പോ ആ കോപത്തെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. കോപത്തെ നിയന്ത്രിക്കുന്നവനാണ്. വൽ ആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് അഫ്വ് ചെയ്യുന്ന ആളാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടം വെക്കുകയാണ്. മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബിയുടെ മുന്നിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരോ? എൻ്റെ ജീവിതത്തിന് എന്നും ഗുണകരമാകുന്ന ഒരു കാര്യം പറഞ്ഞു തരോ? കൂടുതലൊന്നും പറയണ്ട, കാരണം അതൊന്നും ഓർമ്മിച്ച് വെക്കാനുള്ള ബുദ്ധി എനിക്കില്ല, കുറച്ച് പറഞ്ഞു തന്നാ മതി. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു, ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കരുത്.
വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചു, ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കരുത്. വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചു, ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കരുത്. മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകര് പറയുന്നുണ്ട്, ഇന്നമശ്ശദീദു, ആരാണ് ധീരൻ, ആരാണ് ശക്തിയുള്ള ആള്? അള്ളാഹുവിന്റെ പ്രവാചകര് പറയുന്നുണ്ട്, ലൈസ ശദീദു ബിസ്സുറഅ, കായിക ബലം പ്രകടിപ്പിച്ച് മറ്റൊരുത്തനെ മുഷ്ടി കൊണ്ട് തോൽപ്പിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തിയുള്ളവനും കായിക ബലമുള്ളവനും. കോപം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തെ, മനസ്സിനെ നിയന്ത്രിക്കുന്നവനാരോ അവനാണ് ശക്തിയുള്ളവൻ, അവനാണ് ധീരൻ, അവനാണ് യഥാർത്ഥ കായിക ബലമുള്ളവൻ. കാരണം പലവരുടെ മുന്നിലും തന്റെ കായിക ബലം കൊണ്ട് തോൽപ്പിച്ച ആളുകളും പലപ്പോഴും കോപത്തെ നിയന്ത്രിക്കാത്തതിന്റെ പേരിൽ പരാജിതരായ സംഭവങ്ങൾ, ചരിത്രങ്ങൾ നമുക്ക് കാണാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദര, കേരളം നമ്മുടെ നാട് ഭ്രാന്താലയമാകുന്നതിന് സമാനമായ സാഹചര്യങ്ങൾ ഒരുങ്ങുമ്പോൾ ഏത് സംഭവങ്ങളുടെ പിന്നിലും ലഹരിയുടെ ഒരു ഫലം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദുകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ. ഈ സംഭവങ്ങളിലൊക്കെ മദ്യത്തിന്റെ ഒരു ഫലം നമുക്ക് കാണാൻ കഴിയും. മദ്യത്തിലൂടെ അല്ലാഹ് പിശാച് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവ, നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുക, നിങ്ങൾക്കിടയിൽ പോരുണ്ടാക്കുക, കോപമുണ്ടാക്കുക. ഇതാണ് മദ്യത്തിലൂടെ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഖൈർ ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.